ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബ്ലാക്ക് ടൗൺ എന്ന സിറ്റിയിലാണ് അനിറ്റ കോബി എന്ന പെൺകുട്ടി ജനിച്ചത്. അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാ ആൺകുട്ടികളും അവളെ ഒന്ന് നോക്കിപ്പോകും, അത്രയേറെ ഭംഗി. വളർന്നു വലുതായ അനിറ്റ പിന്നീട് ഒരു നേഴ്സ് ആകുന്നുണ്ട്. അവിടെ വെച്ചാണ് ജോൺ എന്നു പേരുള്ള ഒരാളെ പരിചയപ്പെടുന്നത്. ജോണുമായിട്ടുള്ള പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. അവസാനം രണ്ടുപേരും തമ്മിൽ വിവാഹവും കഴിച്ചു. പക്ഷേ 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ രണ്ടുപേരും ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. കുറച്ചുനാൾ അകന്നിരിക്കാം. ആ സമയത്ത് രണ്ടുപേർക്കുമുള്ള ഇഷ്ടം പഴയതുപോലെ തിരിച്ചു വരും എന്ന് തീരുമാനിച്ച് രണ്ടുപേരും മാറി താമസിക്കാൻ തുടങ്ങി. അനിറ്റ കോബി അപ്പോൾ താമസിച്ചത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. അവിടെ നിന്നാണ് സിഡ്നിയിലെ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോയിരുന്നത്. അന്ന് 1986 ഫെബ്രുവരി മാസം 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് അനിറ്റയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എന്നിരുന്നാലും കൂട്ടുകാരോടൊപ്പം അവൾ ഒരല്പസമയം നടന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇനിയാണ് ട്രെയിന് കയറി നാട്ടിലേക്ക് പോകേണ്ടത്. ഈ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്ന് ഏകദേശം 25 മൈൽ മാറിയാണ് അനിറ്റയുടെ വീടുള്ളത്. സാധാരണ അനിറ്റ ചെയ്യുന്നത് തൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു ട്രെയിൻ പിടിച്ച് വീട്ടിലേക്ക് പോകും. ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അവിടെയുള്ള ഫോണിൽ നിന്ന് വീട്ടിലെ ഫോണിലേക്ക് വിളിക്കും. അങ്ങനെ അച്ഛൻ അവളെ എടുക്കാനായി വരും. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് മാറി അധികം ആൾതാമസമില്ലാത്ത ഒരു ഏരിയയിലാണ് അനിറ്റയുടെ വീടുള്ളത്. ഇതാണ് പതിവായി അവൾ ചെയ്തിരുന്നത്. അന്നത്തെ ദിവസവും ഇതേപോലെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം അപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടാകും. അവിടെയുള്ള ടെലിഫോണിൽ നിന്ന് തൻ്റെ അച്ഛനെ അവൾ വിളിച്ചു. പക്ഷേ ഫോൺ വർക്കായില്ല. എന്ത് ചെയ്യും എന്നാലോചിച്ച് അവസാനം അവൾ നടക്കാം എന്ന് തീരുമാനിച്ചു. ആ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ അനിറ്റയ്ക്ക് വല്ലാത്ത ഭയം വന്നു. കാരണം ആരും തന്നെ ഇല്ല. അവസാനം നടന്ന് മെയിൻ റോഡിലെത്തി. ആദ്യം ഒരാശ്വാസം തോന്നിയെങ്കിലും പിന്നീട് വീണ്ടും ഭയം വന്നു. കാരണം ആ മെയിൻ റോഡിലും ആരുമില്ല. എന്നിരുന്നാലും മെല്ലെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കാർ അവളെ ഓവർടേക്ക് ചെയ്ത് പോയത്. അത് കണ്ടപ്പോൾ അവൾക്കൊരാശ്വാസം തോന്നി. ആരെങ്കിലുമൊക്കെ ആ വഴി വന്നല്ലോ എന്നാലോചിച്ച്. എന്നാൽ ആ മുന്നിലോട്ട് പോയ കാർ പിന്നീട് റിവേഴ്സ് എടുത്തു വരുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ അതിൽ ഇരിക്കുന്നവരെല്ലാം അവൾ കണ്ടു. ഒരു 18-25 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരാണ്. അവർ നന്നെ മദ്യപിച്ചിട്ടുണ്ട്. പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു കാറിന്റെ ഡോർ തുറന്നു. 2 പേർ ചേർന്ന് അവളെ വലിച്ച് ആ കാറിനുള്ളിലേക്ക് കയറ്റി. കാറും വളരെ വേഗത്തിൽ അവിടെ നിന്നും പോയി. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഇല്ല. എന്നിരുന്നാൽ പോലും ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലുണ്ടായിരുന്ന 2 പേർ ഈ സംഭവം കണ്ടു. തന്റെ ജോലിക്ക് പോയ മൂത്ത മകൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ട് ആ മകനെ നോക്കിയിരിക്കുന്ന ഒരമ്മയും അവരുടെ രണ്ടാമത്തെ 13 വയസ്സുള്ള മകനും അവരായിരുന്നു അപ്പാർട്ട്മെന്റിന് മുകളിലുണ്ടായിരുന്നത്. എന്തോ ഒരു നിലവിളി ശബ്ദം കേട്ടാണ് അവർ ആ റോഡിലേക്ക് നോക്കിയത്. അപ്പോഴാണ് ഈ ഒരു കാഴ്ചയും കണ്ടത്. ഉടൻ തന്നെ ആ 13 വയസ്സുകാരൻ പോലീസിനെ വിവരം അറിയിച്ചു. മാത്രമല്ല അപ്പോഴേക്കും ജോലി കഴിഞ്ഞ് ഇവരുടെ ആ മൂത്ത മകനും അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവനോടും കാര്യങ്ങൾ പറഞ്ഞു. അവനും അവിടെ ഉണ്ടായിരുന്ന അവന്റെ കാറെടുത്ത് ഈ പോയ കാറിനെ അന്വേഷിച്ചു. അതൊരു വെള്ള കാറായിരുന്നു അനിറ്റയെ തട്ടിക്കൊണ്ടുപോയത്. കുറെ അന്വേഷിച്ചെങ്കിലും ആ കാറിനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ, അവർ നോക്കിക്കൊള്ളും എന്ന ആശ്വാസത്തിൽ അവൻ തിരികെ വീട്ടിലേക്ക് വന്നു. അതേസമയം ആ കാറിൽ അവിടെയുള്ള ആ ചെറുപ്പക്കാരുടെ ഇടയിലാണ് അനിറ്റ ഇരുന്നത്. അതിൽ ഒരാൾ അവളോട് അവളുടെ വസ്ത്രമെല്ലാം അഴിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അനിറ്റ അത് സമ്മതിച്ചില്ല. ആ സമയത്ത് അതിലെ ഒരുത്തൻ അവളുടെ മുഖത്ത് തന്നെ ഇടിച്ചു. വീണ്ടും അവളോട് അവളുടെ വസ്ത്രം അഴിക്കാൻ പറഞ്ഞു. അപ്പോഴും സമ്മതിച്ചില്ല. അപ്പോ മറ്റൊരുത്തനും അവളുടെ മുഖത്തിടിച്ചു. ഇനി നീ അഴിക്കണ്ട, ഞങ്ങൾ അഴിച്ചോളാം എന്ന് പറഞ്ഞ് ആ കാറിലുണ്ടായിരുന്നവർ അവളുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് അവർ ഓരോരുത്തരും അവളെ മാറി മാറി റേപ്പ് ചെയ്യാൻ തുടങ്ങി. ആ കാറ് പോകുന്നത് ഒരു ഡെസേർട്ട് ഏരിയയിലേക്കാണ്. അവിടെ വെച്ച് അവളെ ഈ 5 പേർ മാറി മാറി മണിക്കൂറുകളോളം റേപ്പ് ചെയ്തു. അതിനുശേഷവും ആ കാറിലേക്ക് അവളെ കയറ്റി. പിന്നീട് പോയത് ഒരു ഫാം ഹൗസിന്റെ ഭാഗത്തേക്കാണ്. അവിടെ മുള്ളുവേലികൾ കെട്ടിയിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അവളെയും വലിച്ചുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോയി. ഇതിനകം ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. പോരാത്തതിന് മുള്ളുവേലി കൊണ്ട് ഇപ്പോഴും മുറിവ് സംഭവിച്ചു. ഒരു തരി ജീവൻ മാത്രമേ ഇപ്പോൾ അനിറ്റയുടെ ശരീരത്തിൽ ബാക്കിയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇവർ വീണ്ടും അവളെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു മരിച്ച അവസ്ഥയിലേക്ക് അവൾ എത്തി. അവളുടെ കയ്യിലുണ്ടായിരുന്ന പണവും മറ്റു സാധനങ്ങളുമെല്ലാം ഇവർ എടുത്തു. ഇനി ഇവളെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഇട്ടുകൊണ്ടു പോയാൽ എന്തായാലും പോലീസ് നമ്മെ പിടിക്കും. അതുകൊണ്ട്
ഇവൾ എന്ത് ചെയ്യാമെന്ന് പരസ്പരം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിലെ ഗ്യാങ് ലീഡറായ ഒരാൾ വന്ന് ഇനി ഇവളെ തീർക്കാം എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തറുത്തു. ചോര തെറിക്കാൻ തുടങ്ങി. സംഭവ സ്ഥലത്ത് തന്നെ അനിറ്റ ഗോപി എന്ന പെൺകുട്ടി മരിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഈ 5 പേരും ആ കാറിൽ കയറിപ്പോയി. അവളിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ട് തന്നെ അവരുടെ കാറിൽ പെട്രോളും അടിച്ചു. പിറ്റേ ദിവസം ആ ഫാം ഹൗസിന്റെ ഓണർ അവിടേക്ക് വരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ആടുകളുടെയും പശുക്കളുടെയും സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം. എന്താണ് എന്നറിയാൻ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്നത്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസും അവിടെ എത്തി. ആ ഡെഡ് ബോഡി പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഇനി ഒടിയാൻ ശരീരത്തിൽ മറ്റെല്ലുകളൊന്നും ബാക്കിയില്ല എന്നാണ്. ശരീരം മുഴുവനും മുറിവുകളാണ്. അവളുടെ രഹസ്യഭാഗം തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ അവളെ ഒന്നിലധികം പേർ റേപ്പ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാരോട് ഡോക്ടർ പറഞ്ഞു. ഇതേ സമയം അനിറ്റ ഗോപിയുടെ വീട്ടിൽ സംഭവിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും അനിറ്റ നേരം വെളുത്തിട്ടും വരാതായപ്പോൾ വല്ലാതെ ഭയപ്പെട്ടു. കാരണം ഇടയ്ക്ക് ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടാകാറുണ്ട്. ആ സമയങ്ങളിൽ അവൾ പിറ്റേ ദിവസമാണ് എത്താറ്. പക്ഷെ അന്ന് രാവിലെ ആശുപത്രിയിൽ നിന്നും കോൾ വന്നു. എന്താണ് ഇതുവരെയും അനിറ്റ ഹോസ്പിറ്റലിലേക്ക് വരാത്തത് എന്നാണ് ചോദിച്ചത്. എന്നാൽ ആ കോൾ വന്നപ്പോഴാണ് തന്റെ മകളെ കാണാനില്ല എന്ന് അവർക്ക് മനസ്സിലായത്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന വിവരം വന്നിരുന്നു. ഉടൻ തന്നെ ഈ മാതാപിതാക്കളെയും കൊണ്ട് ആ കിട്ടിയ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോയി. അത് തങ്ങളുടെ മകളാണ് എന്ന് അവരും ഐഡന്റിഫൈ ചെയ്തു. അവർ സംഭവ സ്ഥലത്ത് തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത്. പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ കുറിച്ച് വിവരം അറിയിക്കുന്നവർക്ക് 50,000 ഓസ്ട്രേലിയൻ ഡോളർ നൽകാമെന്ന് ഒരു റിവാർഡ് അറിയിച്ചു. പക്ഷേ അപ്പോഴേക്കും ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലീക്കായി. അതിൽ വളരെ വ്യക്തമായി തന്നെ എല്ലാം എഴുതിയിരുന്നു. അതെല്ലാം വായിച്ച് ഓസ്ട്രേലിയൻ ജനങ്ങൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി. ഒരു നേഴ്സിന് എന്താണ് സംഭവിച്ചത്? എല്ലാവരും പ്രതിഷേധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പോലീസും അന്വേഷണം തീവ്രമാക്കി. ഈ സംഭവം കണ്ട് ഐ വിറ്റ്നസ് പറഞ്ഞത് ഒരു വെള്ള കാറിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. അവസാനം ആ വെള്ള കാറിനെയും പോലീസ് കണ്ടെത്തി. അതുപയോഗിച്ച് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ബാക്കി 3 പേരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തി. പോലീസുകാർ പിടിച്ച് അതിലെ പ്രധാനപ്പെട്ട പ്രതി വെറും 18 വയസ്സുള്ള ജോൺ റിവർ ആയിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. 8 മക്കളാണ് അവർക്കുള്ളത്. അതിൽ ഒന്നാമനാണ് ഈ ജോൺ. അവന്റെ 10ാമത്തെ വയസ്സിൽ തന്നെ അവൻ പഠനം അവസാനിപ്പിച്ചു. പിന്നീട് മോഷണം ആരംഭിച്ചു. വീട്ടിലാണെങ്കിൽ ഒരു ദാരിദ്ര്യ അവസ്ഥയാണ്. പല സമയങ്ങളിലും ഇങ്ങനെയുള്ള ഫാം ഹൗസിൽ നിന്നും ആടിനെയും പശുക്കളെയും ഒക്കെ മോഷ്ടിച്ച് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനെ അറുത്ത് വെട്ടി കഷ്ണങ്ങളാക്കുമ്പോൾ അതവന് വല്ലാത്തൊരു ലഹരിയായിരുന്നു ലഭിച്ചത്. പിന്നീട് ആ ലഹരി മനുഷ്യരിലേക്ക് എത്താൻ തുടങ്ങി. ഇവൻ പല സ്ത്രീകളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. മാത്രമല്ല ഇതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഇവന്റെ ലൈംഗിക ഉപദ്രവം നേരിട്ടിരുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നില്ല, പുരുഷന്മാരും ഉണ്ടായിരുന്നു. പലരിൽ നിന്നും ഇവൻ പലതും മോഷ്ടിച്ചു. പല പെൺകുട്ടികളെയും ഉപദ്രവിച്ചു. ഈ ഒരു കേസിൽ ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇവനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. ആ പെൺകുട്ടി ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു കാണുകയും ടാറ്റു ചെയ്ത ഒരാളാണ് എന്നെ റേപ്പ് ചെയ്തത് എന്ന് പോലീസുകാരോടും പറഞ്ഞു. പോലീസിന് അത് ഇവനാണെന്ന് കൃത്യമായി തന്നെ അറിയാം. ഇവനെ പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് അനിറ്റ ഗോപിയുടെ മരണവും സംഭവിക്കുന്നത്. 2ാമത്തെയാൾ മൈക്കിൾ എന്നൊരാൾ. ഈ മൈക്കിളും ജോണും തമ്മിൽ പരിചയപ്പെടുന്നത് ജയിലിൽ വെച്ചാണ്. ഇവർക്ക് 2 പേർക്കും ഇടയിലും ഒരു പ്രകൃതി വിരുദ്ധ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു. ഇതിൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ 2 പേരും ഒരുമിച്ചാണ് മറ്റുള്ള സ്ത്രീകളെ തേടി പിടിച്ച് ഉപദ്രവിക്കുന്നത്. ഇനിയുള്ള 3 പേർ, ആ 3 പേരും സഹോദരങ്ങളാണ്. ഒന്നാമത്തെയാൾ മൈക്കിൾ മർഫി, 33 വയസ്സ്. 2ാമത്തെയാൾ ക്രിസ് മർഫി, 18 വയസ്സാണ് പ്രായം. അവസാനത്തേത് ഗാരി മാർഫി, 28 വയസ്സാണ് പ്രായം. ഇവരുടെ താല്പര്യം സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലോ അല്ല. ഇവർ കൂടുതലും കാർ മോഷണമായിരുന്നു നടത്തിയത്. 1986 ഫെബ്രുവരി മാസം 2-ാം തീയതി ഈ ജോണിനെയും മൈക്കിളിനെയും പോലീസ് ഒരു പഴയ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇവരാണ് മറ്റു 3 പേരെയും പോലീസിന് കാണിച്ചു കൊടുത്തത്. എന്നിരുന്നാലും ഇതിലെ പ്രധാനപ്പെട്ട കുറ്റവാളികൾ എന്ന് പറയുന്നത് ജോൺ ആൻഡ് മൈക്കിൾ ആയിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ടൈം ലൈനിലായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് ജോൺ ഒരു കാർ മോഷ്ടിച്ചത്. അന്നത്തെ ദിവസം, അതായത് ഫെബ്രുവരി മാസം 2, 1986 രാത്രി ഈ കാറിൽ എല്ലാവരും കൂടെ ഒരു ഡ്രൈവ് പോയി. അതിലെല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. ഇവർ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാറിന്റെ പെട്രോൾ കഴിയാറായി എന്ന് മനസ്സിലായത്. ആരെങ്കിലും ഉപദ്രവിച്ചിട്ട്
അവരിൽ നിന്നും പണം എടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അനിറ്റ ഗോപി മെയിൻ റോഡിലൂടെ നടന്നു പോകുന്നത് കാണുന്നത്. ആദ്യം കാർ ഓവർടേക്ക് ചെയ്ത് പോയെങ്കിലും അവളിൽ നിന്ന്, അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും പണം തട്ടിയെടുക്കാം എന്ന് കരുതിയായിരുന്നു കാർ റിവേഴ്സ് ചെയ്ത് വന്നത്. എന്നാൽ അടുത്തെത്തി ഈ അനിറ്റയെ കണ്ടപ്പോൾ ജോണിന് പണം മാത്രം പോരാ, അവളെയും കിട്ടണമെന്ന ആവശ്യം. എന്നിട്ടാണ് അവളെ കാറിലേക്ക് വലിച്ചു കയറ്റിയത്. പിന്നീടായിരുന്നു ആ ക്രൂരമായ സംഭവങ്ങളെല്ലാം നടന്നത്. കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. കഴുത്തറുത്തത് ജോൺ ആയിരുന്നു. അതുകൊണ്ടാണ് ജോണിനെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാക്കിയത്. എന്നാൽ ഇത്രയും ചെയ്തിട്ട് കൂടിയും യാതൊരു കുറ്റബോധവുമില്ലാതെ അവൻ അവന്റെ വീട്ടിലേക്ക് പോയി. ശരീരത്തിൽ നിറയെ ചോരയുണ്ടായിരുന്നു. അപ്പോ അവന്റെ അമ്മ ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന്. നായ കടിച്ചതാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും ഒന്നും അറിയാത്തതുപോലെ ജീവിച്ചു. പക്ഷേ പോലീസുകാരുടെ അന്വേഷണത്തിൽ ഈ 5 പേരെയും അറസ്റ്റ് ചെയ്തു. മൈക്കിളും ജോണും പറഞ്ഞത് തങ്ങളാണ് എല്ലാം ചെയ്തത്. ഈ 3 സഹോദരന്മാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ്, അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പോലീസുകാരുടെ അന്വേഷണത്തിൽ ഇവരെല്ലാവരും ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തുവെന്ന് മനസ്സിലായി. അങ്ങനെ ഇവരെ കോടതിയിൽ ഹാജരാക്കി. പരോളില്ലാതെ ജീവിത അവസാനം വരെയും ശിക്ഷ, ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ഇനി ഒരിക്കലും അവർക്ക് പുറത്തിറങ്ങാനേ സാധിക്കില്ല. ഇതാണ് അനിറ്റ ഗോപി എന്ന നഴ്സിന് സംഭവിച്ചത്. ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അനിറ്റ ഗോപി അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരല്പസമയം കൂടെ കാത്തിരുന്നെങ്കിൽ, ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാതിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.